കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 31 റാഡിഷൻ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8008000120. മോനെ ആരും വിളിക്കത്തില്ല. മോന്റെ കയ്യിലേ ഉണ്ടാവുമ്പോ കൊണ്ട തന്നാ മതി. யாரும் திருப்பி கேட்க மாட்டாங்க, பயமே வேண்டாம். അല്ലെങ്കിൽ ഈ പൈസ തിരിച്ചു തന്നില്ലേ വേറെ വിഷയമൊന്നും. ഇനിയിപ്പോ ചേട്ടന് വേറെ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിലേ ശിവാ വിശക്കുവാണെങ്കിൽ പോരെ, ഫുഡ് തരാട്ടോ. முன்னாடியே சொன்னா ஏதா ஸ்பெஷல் எல்லாவது சமைச்சு வச்சுக்கிறேன். കഴിയട്ടാ വേട്ടാ. ആ ഇറങ്ങുമ്പോ കുറച്ച് സൂക്ഷിച്ചിറങ്ങി. വെള്ളം ഉണ്ടല്ലേ? ആ കുറച്ചുണ്ട്, അത് എല്ലാം കൂടെ റെഡി ആക്കണം. അമ്മൂമ്മയോ അല്ലെ ചേച്ചി ആരെല്ലാം കനിയണം. അതെ. അപ്പൊ ഞാനൊന്ന് അങ്ങോട്ട്. ശരി, അപ്പൊ കാണാം. അപ്പൊ അമ്മേ, ഓ ഞാനൊന്നായിട്ട് നീങ്ങട്ടെ. പോയിട്ട് വാ മോനെ. ഓക്കെ മോളെ. എങ്ങനെ മോളെ? പോട്ടെ. അമ്മേ, എന്തെങ്കിലും ഒരു അവസ്ഥ എനിക്ക് വരുവാണെങ്കിൽ പൈസയൊക്കെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അമ്മയുടെ ഈ പൈസ ഞാൻ തിരിച്ചു തരും കേട്ടോ. ഓ അതൊന്നും കുഴപ്പമില്ല മോനെ, തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് തന്നെ ചേട്ടാ, പൈസ തരുമൊന്നും വേണ്ട. ഇതുപോലെയുള്ള സ്നേഹമുള്ള മനുഷ്യരാണ് ഈ ലോകത്തിന് ആവശ്യം. ഇതുപോലെ സ്നേഹമുള്ള മനുഷ്യന്മാര് ലോകത്ത് ഇഷ്ടം പോലെ ഉണ്ട് മോനെ. ആ അമ്മയിലെ ചേച്ചി വന്നല്ലേ. അയ്യ എന്റെ അമ്മായി, ഒരു 2-3 സാധനം കൂടെ മേടിക്കേണ്ടായിരുന്നു, മറന്നുപോയി. ഇപ്പഴാ ഓർമ്മ വന്നത്. ആണോ? എന്റെ കൊച്ചുമോളും മരുമോളും ആ വരുന്നേ. ഓ ആ ചേട്ടോ, അവരെയും കൂടെ കണ്ട് നമുക്ക് സംസാരിച്ചിട്ട് പോവാം. അവർക്ക് കാണുമല്ലോ ഈ ഫോണിന്റെ ഓണർ ആരാന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം. ഓ കുഴപ്പമില്ല. ചേച്ചി, അമ്മായി, ഇതാണ് അനുപേട്ടൻ, ഫോണിന്റെ ഓണർ. നമസ്കാരം. നമസ്കാരം. ചേട്ടന്റെ പേരെന്താന്നാ പറഞ്ഞേ? അനൂപ്. എന്നാ ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. എന്നാ ശരി. എന്നാ ഒരു മിനിറ്റ്. അമ്മായിക്ക് ആളെ മനസ്സിലായ? അനൂപ് കാണാൻ പോയ ഫോണിന്റെ ഓണർ അല്ലേ? അതല്ല അമ്മായി, കഴിഞ്ഞ ആഴ്ചയെ എടപ്പള്ളി സിഗ്നലിൽ വെച്ചിട്ട് ഒരു പുള്ളി അമ്മായിയുടെ അടുത്ത് വന്നിട്ട് 500 രൂപ വിളിച്ചത് ഓർമ്മയുണ്ടാ? അമ്മ ആശുപത്രിയിലാണ്, ഡിസ്ചാർജ് ചെയ്യാൻ കാശില്ലെന്നൊക്കെ പറഞ്ഞ്. അന്നാ ഞാൻ പോട്ടെ. എന്നാ പോണേ. ചേട്ടാ ഒരു മിനിറ്റ് ഒന്ന് നിക്കേട്ടാ. എന്തിനാന്നേ? ലച്ചേ, അയാളുടെ പേരെന്താന്നാ പറഞ്ഞേ? എന്താന്ന് പറഞ്ഞ? സതീശൻ. അയ്യോ ഞാനല്ല, ഞാൻ അനൂപ്. നിക്കേട്ടാ, ഒന്ന് നോക്കട്ടെ. എവിടെ പോണ്? അല്ല ഞാൻ പോട്ടെ. നോക്കട്ടേട്ടാ. അല്ലേട്ടാ നിക്കേട്ടാ, നോക്കട്ടെ. അമ്മായി അല്ല, ഞാൻ അനൂപാണ്. അല്ല ഓക്കെ, അനുപേട്ടെ അനുപേട്ടനില്ലേ? കേശുവേ, ഓ ഈ സതീഷിനെ പോലെയാണ്ടാ അനൂപും. ഇത് അനൂപ്. ആ അനൂപിനെ പോലെയാണ്ടാ സതീശനും. അയ്യോ ഞാനല്ല ഞാനല്ല. അയ്യോ ഞാൻ അല്ലല്ലേ? എടപ്പള്ളി എവിടെയാന്നേ? ആ എടപ്പള്ളി എവിടെയാണെന്നല്ലേ? അറിയില്ല കേട്ടോ. ആ എടപ്പള്ളി എവിടാന്ന്? അയ്യോ എടപ്പള്ളിയാ? അറിയില്ലല്ലേ? അമ്മായിയേ കറക്റ്റ് കാര്യം പറ, ഇത് ഉറപ്പാണേ? കേശേ, കഴിഞ്ഞ ആഴ്ച എടപ്പള്ളി ജംഗ്ഷനിൽ വെച്ചേ ഒരാള്, ആ സതീഷ് എന്ന് പറയുന്ന ആള് എന്റെ ഒരു 500 രൂപ മേടിച്ചായിരുന്നു. അമ്മയ്ക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാണ്, ഡിസ്ചാർജ് ചെയ്യാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞല്ലേ ലച്ചു? അമ്മ ഡിസ്ചാർജ് ആയല്ലോ. അല്ല അല്ല അതല്ല അതല്ല അല്ല അയ്യോ അല്ല മോളെ, ഈ കൊച്ചിനെ അച്ഛനും അമ്മയൊന്നും ഇല്ല, ആകെയുള്ള ഒരു പെങ്ങളാ. അതാണെങ്കിലോ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുക. അമ്മ എന്തെങ്കിലും കൊടുത്തായിരുന്നോ? 4 പുട്ട് കൊടുത്തായിരുന്നു. അതല്ല കൊച്ചേ, അമ്മ പൈസ എന്തെങ്കിലും കൊടുത്തായിരുന്നോ? கொடுத்தாங்க கௌரி, 3000 രൂപ கொடுத்தாங்க. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.